1.5 കിലോ അരിക്ക് വിഷുക്കട്ട ഉണ്ടാക്കാനാണ് പോണത്. അതിന് വേണ്ടി 5 നാളികേരം ചെരുകി അതിനെ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് അതിനെ ആദ്യം തലപ്പാൽ എടുക്കണം. പിന്നെ രണ്ടാമതൊന്ന് അടിച്ചിട്ടുള്ള പാല് അതും, പിന്നെ മൂന്നാമത്തെ പാല് അത് വേവിക്കാൻ അരി വേവിക്കും ഞാൻ അതിൽ. അങ്ങനെ ചെയ്യാം. അപ്പം അത് ഉരുളിയിലേക്ക് ഒഴിക്കണം കേട്ടോ. ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് പാലൊഴിച്ചു. ഇനി ഇത് ചൂടാവുമ്പോൾ കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ അരി അതിലേക്ക് ഇടാം. അരി കഴുകി അരി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞ് അരി ഇടണം. അരി ഇട്ട് നല്ലോണം വേവണം. വെന്തതിന് ശേഷം മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. ഞങ്ങൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ 2ാം പാലാണ് ഈ ഒഴിക്കുന്നത്. ഇതൊഴിച്ച് നന്നായി വേവണം അരി. ഇപ്പോൾ വെന്തു, അരി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം ഇട്ടു. ഇനി തലപ്പാൽ ഒഴിക്കണം ലാസ്റ്റ്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇത് ഇളക്കി കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ വിഷുക്കട്ട ഇനി ഇത് പാത്രങ്ങളിലേക്ക് പകർത്തുന്നു. ഓരോ പാത്രത്തിൽ പകർത്തും. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വിഷു ആയിട്ടില്ല, എന്നാലും നേരത്തെ തന്നെ അമ്മയ്ക്ക് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കൊണ്ടുപോയി അപ്പോൾ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാം കേട്ടോ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീടെത്തിയിട്ട് കാണിക്കാൻ. കാരയിലാണ് എൻ്റെ വീട്. അവിടെ 2 ആങ്ങളമാരുണ്ട്. ആ മൂത്ത ആങ്ങളരെ വീട്ടിൽ നിന്ന് അമ്മേനെ വിളിച്ചിട്ടുണ്ട് തറവാട്ടിലേക്ക് വരുന്നു. അമ്മയാണത്. ഇനി വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ കൊടുക്കണം. അമ്മയ്ക്ക് കൊടുക്കണം. അമ്മ പണ്ട് ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് ഒന്നുമില്ല ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ. അന്നെന്ന് പറഞ്ഞാൽ നെല്ല്, ഞങ്ങളെ വീട്ടിൽ തന്നെ നെല്ലുണ്ട്. അത് കുത്തി അതിൻ്റെ അരി എടുത്തിട്ടാണ് വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കലും. പിന്നെ മാങ്ങക്കറിയൊക്കെ അമ്മ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവാറ്. അതൊന്നും വന്നില്ല. ഇപ്പം അമ്മ പറഞ്ഞു വിഷുക്കട്ട നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. മാങ്ങക്കറിക്ക് കുറച്ച് പുളി കൂടുതൽ. ഞങ്ങൾ മാങ്ങക്കറിയാണ് ഉണ്ടാക്കുക. ചിലയിടത്ത് ശർക്കര നീരും ആയിരിക്കുള്ളൂ ഉണ്ടാക്കണത്. ഞങ്ങൾക്ക് മാങ്ങക്കറിയാണ് ഇഷ്ടം. ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ് മാങ്ങക്കറിയാണ് കൂട്ടിയിട്ടുള്ളത്. മാങ്ങ നാളികേരപ്പാലിൽ വെക്കും. അതും കൂട്ടിയിട്ട് വിഷുക്കട്ട കഴിക്കുക. എൻ്റെ അമ്മയും ഇളയ ആങ്ങളര മോളും കഴിക്കണം. വിഷുക്കട്ട പാത്രത്തിലൊന്നാക്കാൻ നേരം ഉണ്ടായില്ല. അപ്പോഴേക്കും മകന് തിരക്കായിട്ടുണ്ട്. ഞാൻ ആ പരത്തി വെച്ച പ്ലേറ്റിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കാറിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് പിടിച്ചിരുന്നാൽ മതിയല്ലോ. അങ്ങനെ കൊണ്ടുപോകുന്നു കൊടുത്തതാണ് അമ്മയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.